DGP TP സെൻകുമാറിന്റെ ജമാഅത്തെ ഇസ്ലാമിയെയും മീഡിയ വൺ ചാനലിനെയും ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. താൻ ഒരു മുസ്ലിം വിരോധിയാണെന്ന് വരുത്തി തീർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വിക ചാര്യനായ ദാവൂദ് അടക്കമുള്ളവർക്ക് തന്റെ മുസ്ലിം സമൂഹമായുള്ള ബന്ധം അറിയില്ലെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. എന്നാൽ സെൻകുമാറിന്റെ ഈ പ്രസ്താവനകളെ ജമാഅത്തെ ഇസ്ലാമി ശക്തമായി എതിർക്കുന്നു. അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയല്ലെന്നും സമൂഹത്തിൽ വലിയ രീതിയിലുള്ള നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ രംഗത്തെത്തി. സെൻകുമാറിന്റെ പ്രസ്താവനകളിലെ പ്രധാന വിഷയങ്ങളിലൊന്ന് മാധ്യമ പത്രത്തെയും അതിന്റെ സ്ഥാപകരായ ജമാഅത്തെ ഇസ്ലാമിയെയും സംബന്ധിച്ചാണ്. മാധ്യമപത്രം ആട്, തേക്ക്, മാഞ്ചിയം പദ്ധതികളെ പറ്റി പരസ്യം നൽകാതിരുന്നതിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. എന്നാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സഹായം കൊണ്ടാണ് നിലനിന്നതെന്ന രീതിയിലുള്ള സൂചനകൾ നൽകുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മാധ്യമം, ദിനപത്രം സ്വതന്ത്രവും ധീരവുമായ പത്രപ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് നിലനിന്നതും വളർന്നതും. അതിന്റെ നിലനിൽപ്പ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഔദാര്യമല്ല. അവർ സെൻകുമാറിന് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഔദ്യോഗിക പദവിയിലുള്ള ഒരാൾക്ക് ലഭിക്കുന്ന സാധാരണ മര്യാദയെ മാത്രമേ കാണാൻ സാധിക്കൂ. ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയാണെന്ന സെൻകുമാറിന്റെ ആരോപണമാണ് ഏറ്റവും ഗൗരവമായ ഒന്ന്. എന്നാൽ ഈ ആരോപണത്തെ ശക്തിയായി നിരാകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി തങ്ങൾ രാജ്യത്തിന്റെ നിയമങ്ങളെയും ഭരണഘടനയും ബഹുമാനിക്കുന്ന സംഘടനയാണെന്ന് ആവർത്തിച്ച് പറയുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങളെ ഒരു കാലത്തും പിന്തുണച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ അവർ നടത്തുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിൽ അവർ വലിയ രീതിയിൽ ഇടപെടുന്നു. ഒരു തീവ്രവാദ സംഘടനയ്ക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കില്ലെന്നും അവർ വാദിക്കുന്നു. സെൻകുമാർ തന്റെ പോസ്റ്റിൽ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിലുള്ള മീഡിയ വൺ ചാനലിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മീഡിയ വൺ തീവ്രവാദം വളർത്തുന്ന എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ മീഡിയ വൺ ചാനൽ ഇന്ത്യയിലെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണെന്ന് അവർ പറയുന്നു. രാജ്യത്ത് നടക്കുന്ന അനീതികൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടെടുത്ത ചാനലുകളിൽ ഒന്നാണ് മീഡിയ വൺ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ഭീഷണികളും നിയന്ത്രണങ്ങളും നേരിടേണ്ടി വന്നത്. മാധ്യമ പ്രവർത്തന രംഗത്തെ അവരുടെ സംഭാവനകൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു തീവ്രവാദ സംഘടനയുടെ ചാനലിന് ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. സെൻകുമാർ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താൻ ഒരു മുസ്ലിം വിരോധിയല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജമാൽ, മുഹമ്മദ് അലി തുടങ്ങിയ മുസ്ലിം സഹപ്രവർത്തകരുമായി തനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അവർ നൽകിയ സംസം വെള്ളം കുടിച്ചതിനെ കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നു. എന്നാൽ ചില വ്യക്തികളുമായുള്ള സൗഹൃദം ഒരു സമുദായത്തോടുള്ള മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിനെ ന്യായീകരിക്കാൻ പര്യാപ്തമല്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു സമുദായത്തെ ഒന്നാകെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത് ശരിയായ പ്രവണതയല്ല. ഇത് സമൂഹത്തിൽ ഭിന്നത വളർത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. സെൻകുമാർ 1996 ശേഷം ജംഇയ്യത്തുൽ ഇസ്ഹാനിയ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ മുസ്ലിം സമുദായത്തിലെ മറുവശം കാണേണ്ടി വന്നു എന്ന് പറയുന്നു. എന്നാൽ ചില വ്യക്തികളെയോ സംഘടനകളെയോ മാത്രം ഉദാഹരണമായി കാണിച്ച് ഒരു വലിയ സമുദായത്തെ മൊത്തത്തിൽ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിക്കുന്നു. ഒരു മുസ്ലിമും തീവ്രവാദിയും ഒന്നല്ല. തീവ്രവാദം ഒരു പ്രത്യേക മതത്തിന്റേതല്ല. അത് ഏതൊരു മതത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും കാണാൻ സാധിക്കുന്ന ഒരു ദുഷിച്ച പ്രവണതയാണ്. ഒരു മതത്തെ ഒന്നാകെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത് നീതീകരിക്കാനാകില്ല. സെൻകുമാർ തന്റെ പോസ്റ്റിൽ ജനസംഖ്യ വർധനവിനെയും ലവ് ജിഹാദിനെയും സംബന്ധിച്ച ചില വിവാദപരമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം മനഃപൂർവ്വം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമായ ആരോപണമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കുന്നു. ജനസംഖ്യ വർധനവ് ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല. അതൊരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെ ആശ്രയിച്ചിരിക്കും. രാജ്യത്തെ വിവിധ സമുദായങ്ങളുടെ ജനസംഖ്യ നിരക്ക് പഠിച്ചാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ലവ് ജിഹാദ് എന്നത് ഒരു കെട്ടുകഥയാണെന്ന് പല അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നത് സമൂഹത്തിൽ വർഗീയ വിദ്വേഷം വളർത്താൻ മാത്രമാണ് സഹായിക്കുക. TP സെൻകുമാറിന്റെ പോസ്റ്റിലെ സനാതന ധർമ്മത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്നു. സനാതന ധർമ്മത്തിലെ നന്മകളെ കുറിച്ച് വാചാലനാകുമ്പോഴും മറ്റു മതത്തിലെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അദ്ദേഹം തള്ളിക്കളയുന്നു. ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. അദ്വൈത ദർശനവും ദ്വൈത ദർശനവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ച് അദ്ദേഹം ഒരു മതത്തിന്റെ മേന്മ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു മതം മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് സ്ഥാപിക്കുന്നത് മതേതര സമൂഹത്തിന് ചേർന്നതല്ല. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനവും ബഹുമാനവും ഉണ്ട്. മതപരിവർത്തനത്തെ കുറിച്ചുള്ള സെൻകുമാറിന്റെ പരാമർശങ്ങളും വിവാദപരമാണ്.
ദാരിദ്ര്യം ചൂഷണം ചെയ്ത് മതം മാറ്റുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ അദ്ദേഹം മതമാറ്റത്തിനുള്ള ഉപകരണമായി കാണുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു സേവനമായിട്ടാണ്, മതം മാറ്റത്തിനുള്ള ഉപാധിയായിട്ടല്ല. മതം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അത് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ്. അതിൽ കൈകടത്താൻ ആർക്കും അവകാശമില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് സാമൂഹിക നന്മകൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. അവരുടെ സ്ഥാപനങ്ങളായ ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ അവസരമുണ്ട്. സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പ്രത്യേക പരിഗണന നൽകുന്നു. ആരോഗ്യ മേഖലയിലും അവർ വലിയ രീതിയിൽ ഇടപെടുന്നു. വിഷൻ 2026 പോലുള്ള പദ്ധതികളിലൂടെ ദാരിദ്ര്യം, നിരക്ഷരത തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സംഘടനയെ തീവ്രവാദ സംഘടനയെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. മതത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഭിന്നത വളർത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. TP സെൻകുമാറിന്റെ പ്രസ്താവനകളും ഈ പ്രവണതയുടെ ഒരു ഭാഗമാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രമിക്കേണ്ടതിന് പകരം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണമുയരുന്നു. ഒരു മതത്തെയും അതിന്റെ വിശ്വാസങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം പ്രസ്താവനകൾ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകേണ്ടതുണ്ട്. ചരിത്രങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളും സെൻകുമാർ നടത്തുന്നുണ്ട്. കോളനിവൽക്കരണവും അടിമത്തവും ഭാരതത്തിലെ ജാതി വ്യവസ്ഥയുമായി താരതമ്യം ചെയ്യുന്നത് ശരിയായ ഒരു ചരിത്ര വിശകലനമല്ല. ഓരോന്നിനും അതിൻ്റെതായ ചരിത്രവും പശ്ചാത്തലവും ഉണ്ട്. ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്ത് കുറഞ്ഞതാണെന്ന് സ്ഥാപിക്കുന്നത് തെറ്റായ പ്രവണതയാണ്. ഭാരതത്തിന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കേണ്ടതാണ്, അല്ലാതെ അവരെ വേർതിരിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിലും രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ അവർ എന്നും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അവരുടെ നയങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനൊരു തുറന്ന ചർച്ചയ്ക്ക് അവർ തയ്യാറാണ്. എന്നാൽ ആരെങ്കിലും തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് കൊണ്ട് അവരുടെ നന്മ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കില്ല. സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രതിബദ്ധത അവർക്കുണ്ട്. ചുരുക്കത്തിൽ TP സെൻകുമാറിന്റെ പ്രസ്താവനകൾ വ്യക്തിപരമായ വിദ്വേഷത്തിൽ നിന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ നിന്നും ഉടലെടുത്തതാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിക്കുന്നു. അവരുടെ നന്മ പ്രവർത്തനങ്ങളെയും സാമൂഹ്യ സംഭാവനകളെയും വില കുറച്ച് കാണാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഒരു സമാധാനപരമായ സമൂഹത്തിന് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഇത്തരം വർഗീയ പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതുണ്ട്.